അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പത്തിൻ്റെ ഫലം നമ്മൾ അറിയാൻ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൻ്റെ വളരെ കാര്യമായ ചർച്ചകൾ മാധ്യമങ്ങളിലൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടാകും, ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുൻപ് ഞാൻ സുരേഷ് ഗോപിയെ കണ്ട സമയത്ത്, കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അപ്പം ഞാൻ പറഞ്ഞു, ബിഗ് ബോസിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ തോൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്, ഒരുപാട് ആൾക്കാർ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരായിരുന്നു. പിന്നീട് തോൽപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ എന്നെ മനസ്സിലാക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ സുരേഷ് ഗോപിയും ഒത്തുള്ള ചിത്രം ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇപ്രകാരം എഴുതി, തോൽപ്പിക്കാനായി കുറേ പേർ ശ്രമിച്ചപ്പോൾ ജയിച്ചു വന്നവരെന്ന് ഭാവിയിൽ കുറച്ച് കമൻറ്റുകൾ ഈ ഫോട്ടോയ്ക്ക് അടിയിൽ വീഴട്ടെ, ഇതായിരുന്നു ഞാൻ എഴുതിയത്. അപ്പോൾ അതിന് ശേഷം നിരന്തരമായിട്ട് നമ്മളെ പിന്നെ എന്തഭിപ്രായം പറഞ്ഞാലും അത് അവർക്കിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സംഖ്യയാക്കി മാറ്റുക എന്ന് പറയുന്നൊരു നയമുണ്ടല്ലോ. അങ്ങനെ തന്നെ പലയിടത്തും സംഖ്യയാക്കാനും, ഈവൻ കോൺഗ്രസിലെ തന്നെ, ഞാൻ ഒരുപാട് കോൺഗ്രസ് വേദികളിൽ പോയിട്ടുള്ള ഒരാളായിരുന്നു. കോൺഗ്രസിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരുപാട് ഭാരവാഹികളും നിയമസഭയിൽ മത്സരിച്ചവരും ഉൾപ്പെടെ എന്നെ അതിശക്തനായ ഒരു സംഖ്യയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് വരെയും വെളിവും വെള്ളിയാഴ്ചയും ബോധം ഉദിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ തലയിലാണ്. ഇവർക്കിപ്പോഴും ഇവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലകളിൽ എങ്ങനെ പരാജയപ്പെട്ടുവെന്നും ഇപ്പോഴും എന്തുകൊണ്ട് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇതുവരെയും ഒരു യാഥാർത്ഥ്യ ബോധം ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ജനങ്ങൾ പമ്പര വിഡ്ഢികളാണെന്നാണ് ഇവരുടെ ധാരണ. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ജയിക്കുന്നു എന്ന് എനിക്ക് തോന്നാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, TN പ്രതാപൻ എന്ന് പറയുന്ന MP-യോട് അവിടെയുള്ള ജനതയ്ക്കുണ്ടായിട്ടുള്ള താല്പര്യമില്ലായ്മയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ മോശമായിരുന്നു എന്നത് ഒന്ന്. 2, തുടർച്ചയായി തോറ്റതിന് ശേഷവും സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അവിടെ തന്നെ തുടരുകയും അവിടെ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നാൽ കഴിയാവുന്ന വിധം പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അതായത് രാഹുൽ ഗാന്ധി അമേഠിയെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ഒളിച്ചോടി ഇവിടെ വയനാട് പോലത്തെ ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് വന്ന ആ നിമിഷം തന്നെ ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ മണ്ണിൽ കോൺഗ്രസ് തങ്ങളുടെ പരാജയം സമ്മതിച്ചതാണ്. കാരണം ഒരിക്കലും ഒരു പോരാളിയുടെ ലക്ഷണമേ അല്ല ഇതൊന്നും തന്നെ. ഞാൻ 1% പോലും, ഞാൻ ഇനി നാളെ ഒരു കാലത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചാലും രാഹുൽ ഗാന്ധിയെ പോലൊരാളെ എനിക്കൊരു നല്ല നേതാവായി ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് കോൺഗ്രസിന് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാതെ ഒളിച്ചോടാൻ ശ്രമിച്ച ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നത് കോൺഗ്രസിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. പക്ഷെ ഇവരിത് പറയില്ല. കാരണം നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ നയമെന്ന് പറയുന്നത് നേതാക്കന്മാരെ സുഖിപ്പിച്ച് അവരുടെ പെട്ടി താങ്ങി അടിമയായി സ്വയം മാറിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് അടുത്ത നേതാവിനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങ് രാഹുൽ ഗാന്ധിയുടെ കാലം വരെ കോൺഗ്രസിൽ തുടർന്നു വരുന്ന ഒരു നയമാണ്. കഴിവും യോഗ്യതയുമുള്ള ഒരുവന് സ്വന്തമായ അഭിപ്രായമുണ്ടാവും, സ്വന്തമായ നിലപാടുണ്ടാവും. അവൻ തന്റെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ പാർട്ടിയിൽ പറയും. അവൻ തന്റെ നേതാവിന്റെ അടിമയായി നിൽക്കണമെന്നില്ല, അവന് വ്യക്തിത്വം ഉണ്ടാവും. അത്തരം വ്യക്തിത്വങ്ങളുള്ള 1989 VP സിംഗ് എങ്ങനെയാണോ കോൺഗ്രസ് വിട്ടുപോയി, അദ്ദേഹം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. രാജീവ് ഗാന്ധി ബൊഫേഴ്സ് സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന മനുഷ്യനാണ്. അന്ന് രാജീവ് ഗാന്ധിക്കെതിരെ അതിശക്തമായ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം പാർട്ടി വിട്ടു പോയ ആ ഒരു സമയം മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള നല്ലൊരു ശതമാനം നേതാക്കന്മാരെയും ഇവർ ഇല്ലാതാക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ സിനിമയിൽ പോലും ഞാനത് തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേതാവിന്, നമ്മുടെ പാർട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ നേതാവ് പട്ടായയിലാണല്ലോ എന്നിങ്ങനെ ഞാൻ തമാശ രൂപേണ, ഒരു ട്രോൾ രൂപേണ ഞാൻ അന്നും എൻ്റെ സിനിമയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് എനിക്ക് ഓരോന്നും എണ്ണി ഞാൻ പറയാം. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ, അതായത് ഒരാൾക്ക് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തൻ്റെ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ കഴിവുകേടോ തിരിച്ചറിയാതെ, ഞാൻ തമാശ രൂപേണ ഞാൻ രണ്ടുപേരെ തമ്മിൽ ഒരിക്കൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രണവ് മോഹൻലാലിനെയും രാഹുൽ ഗാന്ധിയെയും.
ഈ രണ്ടു പേർക്കും അതായത് സമൂഹം ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വരാൻ താല്പര്യമില്ല. പ്രണവ് മോഹൻലാലിന് അഭിനയ രംഗത്തേക്ക് വരാൻ താല്പര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് വരാനോ പ്രശ്നങ്ങൾ തുടർന്ന് കിടക്കുന്ന പാർട്ടിയെ ഏറ്റെടുത്ത് നയിക്കാനോ രണ്ടുപേർക്കും താല്പര്യമില്ല. ആർക്കാണ് താല്പര്യം? മറ്റുള്ളവർക്ക്. അതായത് പ്രണവ് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ താരക്കേട്, അതല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആരാധന വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നും ആ ആരാധനയെ വിറ്റ് കാശാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേർ പ്രണവ് മോഹൻലാലിന് താല്പര്യമില്ലെങ്കിലും അദ്ദേഹത്തെ നായകനാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നം വഴങ്ങി വല്ലപ്പോഴും ഒന്നൊരു സിനിമ ചെയ്തു പോകുന്ന താല്പര്യമില്ലാത്ത മേഖലയിൽ മറ്റാരുടെയൊക്കെയോ താല്പര്യത്തിന് വഴങ്ങിയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് പലപ്പോഴും ഞാൻ പ്രണവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി. വളരെ നല്ല വ്യക്തിത്വത്തിനുടമയാണ്, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച് ഓപ്പോസിറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനങ്ങളെ ഖേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ച് പറഞ്ഞതല്ലത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരുപക്ഷെ വളരെ സ്വാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനായി ജീവിക്കാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനായിരിക്കും ആഗ്രഹം. അതല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരു പാർട്ടിയെ നയിക്കത്തക്ക ലീഡറാക്കി മാറ്റണമായിരുന്നെങ്കിൽ ആര് ചെയ്യണമായിരുന്നു? സോണിയാഗാന്ധി 96 സീതാറാം കേസരി അതായത് അന്നത്തെ കോൺഗ്രസ് പൊളിഞ്ഞു തകർന്നു കിടക്കുന്ന സമയത്ത് സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് അവര് ഈ പാർട്ടിയെ ഏറ്റെടുക്കാൻ വരുന്ന സമയത്ത് അവരെ അങ്ങനെ ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. അവർ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു വനിതയാണ്, രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് വലിയ അംഗീകാരമൊന്നും കോൺഗ്രസിലൊന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷെ അതീവ വിൽ പവറുള്ള, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വനിത അന്ന് തകർന്നു കിടന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പിന്നീട് BJPയുടെ നിന്ന് അധികാരം തിരിച്ചുപിടിച്ച് തുടർച്ചയായി 2 പ്രാവശ്യം ഇന്റർനാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി, അതായത് ഇന്ത്യക്കാരിയല്ല എന്ന് അപ്പുറത്തെ ആൾക്കാർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർ ഇത്രയും കരുത്തോടുകൂടി ഈ രാജ്യത്ത് ഒരിക്കൽ തകർന്നുപോയ ഒരു കോൺഗ്രസിനെ അതിശക്തമായ രീതിയിൽ തിരിച്ചുകൊണ്ടുവരികയാണ്. പക്ഷെ അവർ മറന്നുപോയൊരു കാര്യം, തന്റെ മകന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാവിയിൽ നേരിടേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്റെ മകനെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ തരണം ചെയ്യുമെന്ന് പഠിപ്പിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇത്തരം അപകടങ്ങളിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ സോണിയാഗാന്ധി ഒരു വലിയ പരാജയമായി പോയെന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് 52 വയസ്സുവരെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന ഒരു മനുഷ്യൻ ആദ്യമായി നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മുഖ്യമന്ത്രിയായിക്കൊണ്ട്, ആദ്യമായി പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിക്കൊണ്ട്, അങ്ങനെ ഒരാൾ തന്റെ 50 വർഷത്തെ അനുഭവജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ കഴിവുകൊണ്ട്, സ്വതസിദ്ധമായ പ്രയത്നം കൊണ്ട്, കൗശലം കൊണ്ട്, കുബുദ്ധി കൊണ്ട്, എല്ലാം കൂർമ്മ ബുദ്ധി കൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിയ സമയത്ത് ഇപ്പുറത്ത് നിന്ന് അതേപടി നേരിടാനുള്ള ശേഷി 2010 മുതൽ രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 2010 മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയെ മാറ്റി രാഹുൽ ഗാന്ധി അന്ന് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയുടെ മുൻനിരയിലേക്ക് വന്നിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 2013 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അന്നത്തെ നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവായി മാറാൻ കഴിയുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം പുറകോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇന്നും കോൺഗ്രസ് ഈ ഒരു വിധത്തിലായി മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇവർ മുസ്ലിം ലീഗിന്റെ, ഞാൻ ഉദാഹരണം പറയാം, മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ BJP പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമെന്നും അതുകൊണ്ട് ഇത്രയും വർഷക്കാലം തങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിനോട് പറയുകയാണ്, സ്വന്തം കൊടി നിങ്ങൾ സ്വന്തം മുന്നണിയുടെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കരുത്, അത് ഞങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ ഇവർ പങ്കെടുക്കാതെ മാറി നിന്നത്? ഉത്തരേന്ത്യൻ ഹിന്ദുവിന്റെ അഭിമാനമെന്ന് അവൻ വിശ്വസിക്കുന്ന കേരളത്തിന്റെ കൾച്ചറോ കേരളത്തിന്റെ സാംസ്കാരിക കാഴ്ചപ്പാടുകളോ, എന്നെ സംബന്ധിച്ച് കേരളത്തിൽ ശ്രീരാമൻ എന്ന് പറയുന്നത് അത്ര വലിയ ദൈവമൊന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനൊന്നും നാളിതുവരെ ഒരു ശ്രീരാമക്ഷേത്രത്തിൽ പോകാത്ത ആളാണ്. കർക്കിടക മാസത്തിൽ സന്ധ്യാനാമം ചൊല്ലുന്നതിനപ്പുറത്തേക്ക് ശ്രീരാമന്റെ പേര് അധികം പറയാത്ത മലയാളികളാണ് കേരളത്തിലുള്ളത് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഹിന്ദുക്കൾക്കിടയിൽ തന്നെ. പക്ഷേ കേരളത്തിന്റെ കൾച്ചറിൽ നിന്ന് മാറി നമ്മൾ ഉത്തരേന്ത്യൻ കൾച്ചറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ശ്രീരാമൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആരാധ്യ പുരുഷനാണ്. അത് ഇന്ത്യയുടെ കൾച്ചറിന്റെ ഭാഗമാണ്, ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അസ്തിത്വമാണ് എന്ന് തിരിച്ചറിയാതെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ നിന്ന് ഇവർ മാറി നിന്നു. പക്ഷെ ഇവർക്ക് പറയാമായിരുന്നു, രാമക്ഷേത്രത്തിന്റെ ചടങ്ങിലും ഞങ്ങൾ പങ്കെടുക്കും. നാളെ ബാബറിയിൽ നാളെ തൊട്ടപ്പുറത്ത് ഒരു മസ്ജിദ് ഉയരുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ മസ്ജിദിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഞങ്ങൾ മുന്നിലുണ്ടാകും. അതേസമയം തന്നെ ഇപ്പുറത്ത് ഹിന്ദുവിന്റെ അഭിമാനമായ രീതിയിൽ ഇപ്പുറത്തൊരു ക്ഷേത്രം സുപ്രീം കോടതിയുടെ വിധി പ്രകാരം വരുമ്പോൾ ആ വിധിയെ മാനിച്ചുകൊണ്ടെങ്കിലും
പണ്ട് കാലത്ത് നടന്ന മര്യാദകേടുകളെയും പ്രശ്നങ്ങളെയും എല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചു ഇനിയും അതിന്റെ ശരിതെറ്റുകൾ, കാരണം ഓൾറെഡി ഒരു വിധി വന്ന് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മൾ അന്നവർ ചെയ്തത് ശരിയാണോ? ശരിപ്പാ ഞാൻ പറയുന്നു. എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അഖിലെ ആ പള്ളി പൊളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ 100% തെറ്റാണെന്നും തെമ്മാടിത്തരമാണെന്ന് ഞാൻ പറയും. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് ബാബർ പൊളിച്ചത് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. ആ പറയുന്ന ആരോപണത്തിന് അപ്പുറത്തേക്ക് ഒരുപാട് പള്ളികൾ പൊളിച്ചിട്ടുണ്ട്, ഒരുപാട് മറ്റേ ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ട്, ഇതൊക്കെ. പക്ഷെ നമ്മുടെ കൺമുന്നിൽ നമ്മളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് വർഷക്കാലം അവരുടെ ആരാധനാലയം പൊളിച്ചത് ശരിയാണോ അഖിലെ എന്ന് എന്നോട് ചോദിച്ചാൽ 100% ഞാൻ പറയും തെറ്റാണെന്ന് പറയും. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ചർച്ചകൾ നടന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഒരു അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ രൂപീകരണത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് രാമക്ഷേത്രം വന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ അതിനെ മാനിക്കാനും വിധിയെ മാത്രമല്ല മാനിക്കുന്നത്, ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മണ്ണിലെ ഹിന്ദുക്കളുടെ മനസ്സിനെ കൂടെ വായിക്കാൻ കോൺഗ്രസിന് കഴിയണമായിരുന്നു. അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് ഇവർ പുറകോട്ട് പോയി. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപകടമെന്ന് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരിക്കലും ഒന്നിക്കാത്ത ആശയങ്ങൾ പിന്തുടരുന്ന ശിവസേന, കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ്, SP, BSP, ചവറുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സഖ്യമുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നരേന്ദ്രമോദിയെയും BJPയും എതിർക്കാൻ. ഇത് ഈ രാജ്യത്തിന് ഭൂഷണമാണോ? സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യന്റെ തലച്ചോറിലേക്കും ആദ്യം എത്തുന്ന ചോദ്യം, ഈ രാജ്യം മറ്റേ മതേതരത്വവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി, ഇതുങ്ങളൊന്നും യാതൊരു മതേതര മൂല്യമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ. തരാതരം കാലങ്ങൾക്കനുസരിച്ച് നിലനിൽപ്പിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഉദാഹരണം കൂടി ചേർത്ത് ഞാനങ്ങ് പറയാം. ഇപ്പം ഇവിടെ എന്ത് പ്രശ്നം വന്നാലും മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കുകയും അവർ വിജയിക്കുകയും ചെയ്യും. അപ്പം വേണമെങ്കിൽ അങ്ങ് നമുക്കങ്ങ് പറഞ്ഞുകൂടെ അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പോയി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണം? അല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അവർ പ്രവർത്തിച്ചു, അവരെ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്നു, ആ മണ്ഡലത്തിൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കും, ഹിന്ദുക്കൾ വോട്ട് കൊടുക്കും, ക്രിസ്ത്യാനികൾ വോട്ട് കൊടുക്കും. വേണമെങ്കിൽ പറയാൻ വർഗീയതയാണെന്ന്. പക്ഷേ അവിടെ ഭൂരിപക്ഷം ഉള്ളതാരാ? മുസ്ലിം സമുദായമാണ് ഭൂരിപക്ഷം ഉള്ളത്. സമാനമായ രീതിയിൽ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് BJPക്ക് വേണ്ടി ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളായിരിക്കും. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെ ചപ്പുചവറ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യാതൊരു ആശയങ്ങളും, അതായത് ഒരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി യാതൊരു ആശയ മൂല്യവുമില്ലാത്ത പ്രാദേശിക ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ പ്രാദേശിക വാദം ഉന്നയിക്കുന്ന, വിഘടനവാദം ഉന്നയിക്കുന്ന കുറെ ആൾക്കാർ, അതായത് ഈ കാലഘട്ടം ഇത്രയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഴിമതിയും സ്വജനപക്ഷപാതവും അരാഷ്ട്രീയവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഇത്തരക്കാരെ എല്ലാരെയും കൂടെ ചേർത്തുകൊണ്ട് ഈ രാജ്യത്തെ BJPക്കെതിരെ പോയിട്ട് ഇപ്പൊ ഇനി ഇവർ വന്നു എന്നങ്ങ് വെച്ചോളൂ. ആദ്യത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്ന അടിയെന്ന് പറയുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിയായിരിക്കും. ഇനി ആരെങ്കിലും ഒരാൾ പ്രധാനമന്ത്രിയാകുമെന്ന് വെച്ചോളൂ, മറ്റേയാൾക്ക് ചിലപ്പോൾ ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും, മറ്റൊരാൾക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും, ഒരാൾക്ക് പ്രതിരോധ മന്ത്രി സ്ഥാനം വേണമെന്ന് പറയും. ഏക്കും പൂക്കും ചുക്കും ചുണ്ണാമ്പും മനസ്സിലാക്കാത്ത, ഈ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത, അധികാരത്തിന് വേണ്ടി മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഈ ജയിലിൽ കിടക്കണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഏത് വിധേനയും BJPയെ തോൽപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതുങ്ങളെല്ലാം കൂടി ഒന്നിച്ചാൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ നശിക്കാൻ പോകുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും എല്ലാവരും തന്നെയാണ്. എന്തായാലും ഞാൻ നോക്കിക്കാണുന്ന 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഇന്ത്യ മഹാരാജ്യത്ത് 130 കോടി ജനതയുണ്ട്. ഈ 130 കോടി ജനതയുടെ ഏകദേശം 20% മുസ്ലിം സമുദായമാണ്. അതായത് ഒരു ആവറേജ് ഒരു കണക്കെടുത്താൽ 20 കോടിയിലധികം ജനത മുസ്ലിം സമുദായമാണ്. ആ 20 കോടിയിലധികം ജനതയിൽ നിന്ന് 1% ജനത പോലും ഈ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെട്ടു പോയതായിട്ടോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതായിട്ടോ 1% എന്നൊക്കെ പറയുന്നത് വലിയ കണക്കാട്ടോ. 20 ലക്ഷം പേരോളം വരുവേ 1%, ആകെയുള്ള മുസ്ലിം സമുദായത്തിന്റെ 1% എന്ന് പറയുന്നത്. ഇനി അതിന്റെ 100% എടുക്കാം, പോട്ടെ 1000 എടുക്കാം. അതായത് വർഗീയവാദികൾ ഭരിക്കുന്ന, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഭരിക്കുന്നതെന്ന് ഇവർ പറയുമ്പോൾ, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ രാജ്യത്ത് നിന്ന് ജീവിക്കാൻ കഴിയാതെ പലായനം ചെയ്യപ്പെട്ടു പോയതായിട്ട് ഒരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ 130 കോടി ജനതയുള്ള ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു 50 കോടിയിലധികം BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ BJPയിൽ വിശ്വസിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എണ്ണിയെടുത്താൽ വിരലിലെണ്ണാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് മലയാള മാധ്യമങ്ങൾ ഇവിടുത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എത്തിച്ച് പെരുപ്പിച്ച് കാണിച്ച് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കൂ. ഇവിടെ അത്തരം പ്രശ്നങ്ങൾ
അത് ഈ ലോകത്തിന്റെ ഏത് കോണിലും നടക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാണിച്ചാൽ വലുതാവുന്ന പ്രശ്നങ്ങളാണ് നടന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിന്റെ 10 ഇരട്ടി. അതേസമയം ഉത്തരേന്ത്യയിൽ പോയിട്ട് ഇപ്പോൾ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ ചോദിക്കൂ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഏതൊരു മുസൽമാനോടും ചോദിക്കൂ, അല്ലെങ്കിൽ BJP തന്നെ BJPയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ BJP MLA ആരായിട്ടിരിക്കുന്ന പ്രദേശങ്ങളിലോ ജീവിക്കുന്ന ഓരോ മുസൽമാനോടും നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവരോട് രഹസ്യമായിട്ടോ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കൂ, ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ചുമ്മാ ചോദിക്കുക. ഇങ്ങനെ ആയിരിക്കില്ല ഈ ചപ്പുചവറുകളെല്ലാം കൂടെ ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ. കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. കാര്യം കോൺഗ്രസിന് ദേശീയ ബോധമുണ്ട്, കോൺഗ്രസിന് നാഷണലിസ്റ്റ് ചിന്താഗതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നാലോ അല്ലെങ്കിൽ കോൺഗ്രസിനാൽ നയിക്കപ്പെടുന്ന ഒരു മുന്നണി അധികാരത്തിൽ വന്നാലോ നമുക്കിത് മനസ്സിലാക്കാം. പിന്നെ പല വിഷയങ്ങളും ഇപ്പം ചിലർ പറയും, മണിപ്പൂരിനെ കുറിച്ച് പറയും. മണിപ്പൂരിൽ 2 ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗോത്രങ്ങൾക്കിടയിലുള്ള അടിയാണെന്നുള്ള യാഥാർത്ഥ്യം പലരും മറന്നുപോകാറുണ്ട്. ഈ അടി നടക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തെ BJP സപ്പോർട്ട് ചെയ്തതാണ് ഒരു വലിയ വർഗീയതകളെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളിവിടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത്. രണ്ടായാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്ത്യൻ സമുദായം ഇന്ത്യയിൽ വലിയ രീതിയിൽ BJPയിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും അതിനുള്ള മാറ്റങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ നമ്മുടെ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന കോട്ടയം, പത്തനംതിട്ട, എറണാകുളത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്ത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു ശക്തി കൊണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം പോയതും ഒരു വിഭാഗം വീണ ജോർജൊക്കെ വന്നതോടുകൂടി ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതുമായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും. തുടർന്ന് ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാനുണ്ടായ കാരണമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളൊക്കെ തന്നെയാണ്. ഞാനിതിപ്പോൾ ഇത്രയും ക്രോഡീകരിച്ചും ഇത്രയും സംസാരിച്ചും പറഞ്ഞതെന്ന് പറയുന്നത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഈ എക്സിറ്റ് പോൾ കണ്ടിട്ട് ഈ എക്സിറ്റ് പോളിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ വോട്ട് നേടി ജൂൺ 4-ാം തീയതി BJP അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാനിത് പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ നരേന്ദ്രമോദിയുടെ ഭക്തനോ അല്ലെങ്കിൽ BJPയുടെ ഒന്നുമല്ല. കൺമുന്നിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ, പിണറായി വിജയൻ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിശക്തമായി അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഞാൻ 100% അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് ഞാൻ പറയും. ഞാൻ അദ്ദേഹത്തിന്റെ ഭക്തനായതുകൊണ്ടൊന്നുമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ്. പിന്നെ എങ്ങനെ ജയിക്കാം, അതിന് നമുക്കൊരു പ്ലാൻ വേണം. അപ്പൊ കോൺഗ്രസ് വന്നിരുന്നിട്ട് എങ്ങനെ ജയിക്കാം എന്നുള്ളതിന് കോൺഗ്രസിന് ഒരു മണ്ഡലത്തിനും പ്ലാനില്ല. കാര്യം അടിസ്ഥാനപരമായിട്ട് വോട്ടില്ല. ഓരോ പ്രദേശത്തു നിന്നും ഓരോ വാർഡിൽ നിന്നും ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരു പ്രദേശത്തെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അവൻ മണിപ്പൂരിൽ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ ഉത്തർപ്രദേശിൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവൻ നരേന്ദ്രമോദിയെ നോക്കിക്കൊണ്ടിരിക്കുക? അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവന്റെ ജീവിതത്തിൽ അവന്റെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങളാണ്. അല്ലാതെ കുറെ മാധ്യമങ്ങൾ വന്നിരുന്ന് ചർച്ച നടത്തുന്ന കണക്ക് മണിപ്പൂരിൽ അങ്ങനെ ഉണ്ടാക്കി, ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഉണ്ടാക്കി, മറ്റേടത്ത് യോഗി ഇങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ചെയ്തു. എടോ, ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവുക. നിങ്ങൾ ആ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. ഓരോ മനുഷ്യന്റെയും ജീവിതം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടി? നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ കൊച്ചിയിൽ മെട്രോ കൊണ്ടുവരുമ്പോൾ കോട്ടാത്തലയിലെ പാറമടയിൽ ജോലിയെടുക്കുന്ന പാറപ്പണിക്കാരന് അവൻ അന്നേ ദിവസം പാറമട പൂട്ടിക്കിടക്കുമ്പോൾ അവന് ജോലിയില്ലാതെ വന്നാൽ അവന്റെ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമാണ് ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ മേൽപ്പറമ്പിലെ വികസനങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇല്ലാന്നല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, ഫണ്ട് ഒഴുകണം, ഒക്കെ എല്ലാ രീതിയിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓരോ സാധാരണക്കാരനെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിലപ്പോൾ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിയും വളരെ ലളിതമായിരിക്കും. അവൻ ബൈക്ക് ഓടിച്ചു പോയ സമയത്ത് അവൻ 2 അടിച്ചിട്ടായിരിക്കും പോയത്. ഒരു പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ അവൻ വിളിച്ചത് അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാ. അയാള് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവർ ഒറ്റ കാരണം മതി ചിലപ്പോൾ അവന്റെ പാർട്ടി തന്നെ മാറിപ്പോകാൻ. അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ തൊട്ടപ്പുറത്ത് ഒരു അതിർത്തിയിൽ ഒരു വഴിത്തർക്കം നടക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ നിൽക്കുന്ന മരം അപ്പുറത്ത് അയ്യത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു, ആ ചാഞ്ഞു നിൽക്കുന്ന മരത്തിൽ നിന്ന് മറ്റവന്റെ അയ്യത്തേക്ക് കരിയില വീഴുന്നു, അപ്പുറത്തുകാരന്റെ കയ്യിൽ നിന്ന് കാശും പേടിച്ച് എന്നെ സഹായിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവൻ അപ്പോഴേ പാർട്ടി വിടും.
അല്ലാതെ നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിലും ഈ വലിയ കുറെ നേതാക്കന്മാർ വന്നിരിക്കുന്ന ഈ പ്രസംഗങ്ങളൊക്കെ വല്ലവനും മൈൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ചുമ്മാതെ നിങ്ങൾക്ക് കിടന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചുമ്പല്ല. CPM-മാരം പണ്ടിരുന്നുകൊണ്ട് പറയും, അങ്ങ് റഷ്യയിലേക്ക് നോക്കൂ, അങ്ങ് ചെക്കോസ്ലോവാക്യയിലേക്ക് നോക്കൂ, അങ്ങ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് നോക്കൂ. അപ്പം അവിടെ ഇരിക്കുന്ന സാധാരണക്കാരൻ പറയും, എന്റെ പൊന്ന് സഖാവെ, ഞാൻ അന്ത്യാപ്പീസിലോട്ട് സഖാവെന്ന് നോക്കിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അന്ത്യാപ്പീസി 3 ദിവസമായിട്ട് പണിയില്ല. സഖാവ് കുറെ കാലം കൊണ്ട് അങ്ങ് ചെക്കോസ്ലോവാക്യയിലും ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും റഷ്യയിലും കിടക്കുക. ഇവിടെ എനിക്ക് ഞാൻ അന്ത്യാപ്പീസി പോയപ്പോഴത്തേക്ക് അവിടെ ഒരാഴ്ചത്തേക്ക് എനിക്ക് ജോലിയില്ല. ഇതാണ് യവന്റെ അവസ്ഥ. പക്ഷെ സഖാവ് പ്രസംഗിക്കുന്നത് അവിടെ. അതേപോലെ കേരളത്തിലെ ജനതയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, അവന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാതെ ഉള്ള ആൾക്കാരെ മുഴുവൻ ഇപ്പം ഞാൻ എനിക്കൊരിക്കലും ഒരു വർഗീയവാദിയാകാൻ കഴിയുന്ന ഒരാളല്ല അടിസ്ഥാനപരമായിട്ട്. ഇപ്പം ഞാൻ എന്നെപ്പോലെ ഒരുവനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാൻ BJP-യിലേക്ക് പോകാനുള്ള സാഹചര്യം തടയുക എന്നതാണല്ലോ ഒരല്പം വിവരവും ബോധവുമുള്ള മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്നെ നിങ്ങൾ എടുക്കണമെന്നോ ഞാൻ അങ്ങോട്ട് വരണമെന്നോ ചിന്തയെന്നോ വെച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇനി അതായത് അഖിൽമാരാർ അയാൾക്ക് ഒന്നും അല്ലെങ്കിൽ അയാൾ 1-2 തവണയെങ്കിലും BJP എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ അത്രയും വിവരമില്ലാത്ത ചില സംഖ്യകൾ സംസാരിക്കുന്ന കണക്കൊന്നും സംസാരിക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല അയാൾ. ഒരു കാരണവശാലും നമ്മൾ BJP-യിലേക്ക് വിടരുത്. എത്രയും പെട്ടെന്ന് അയാളെ നമ്മളൊപ്പം ചേർത്ത് നിർത്തി ഇവിടെ കുടുക്കി കെട്ടിയാൻ കിട്ടേക്കണം. ഇവിടെ ഒരു വകുപ്പും കൊടുക്കണ്ട, അവനെ നമുക്ക് സീറ്റും കൊടുക്കണ്ട, അവനെ നമുക്കൊരു വകുപ്പും കൊടുക്കണ്ട. പക്ഷേ ഇവനെ ബുദ്ധിപരമായിട്ട് ഇനി കോൺഗ്രസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവനെ ബുദ്ധിപരമായിട്ട് അങ്ങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ ഇവനെ വിളിച്ച് എങ്ങനെയും കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പുറത്തേക്ക് പോകത്തില്ല. ഇവൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ നമുക്ക് ശല്യമാവും. ഇതൊക്കെയാണ് ഒരല്പം. ഇത് ഞാൻ എന്റെ കാര്യം പറയല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇതുപോലെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാർ, എന്നെപ്പോലെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാർ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഒരുത്തം വന്ന് അവന്റെ ഒരു അഭിപ്രായം സത്യമെന്ന് തോന്നുന്ന ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ അവനൊന്ന് രേഖപ്പെടുത്തിക്കോട്ടെ. ആ നിമിഷം വന്നിട്ട് അവനെ അതിന്റെ അടിയിൽ സംഗി ചങ്കി കുങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പേരങ്ങ് തുടങ്ങും. ഇവൻ ചിലപ്പം BJP-കാരോട് ഇവന് യാതൊരു താല്പര്യമുള്ളവനായിരിക്കത്തില്ല. ഇവൻ ചിലപ്പോൾ ഒരുപാട് ഇവന്റെ നാട്ടിലുള്ള ഒരു BJP-കാരെ ഇവന് തീരെ താല്പര്യവും കാണത്തില്ല. പക്ഷേ ഇവന്റെ ഒരു അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ BJP-യുടെ ശരികൾക്കൊപ്പം നിൽക്കുന്ന ഒരു അഭിപ്രായമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ BJP-കാരുടെ തന്നെ സെയിം അഭിപ്രായമായിരിക്കും. അങ്ങനെ വരാമല്ലോ. BJP-കാരൻ പറയുകയാണ് ഇത് പാതിരാത്രിയാന്ന് പറഞ്ഞാൽ എനിക്കും പാതിരാത്രി എന്നല്ലേ പറയാൻ പറ്റൂ. പിണറായി വിജയനോട് ചോദിക്കുക ഇപ്പൊ സമയത്രോണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഈ സമയമല്ലേ പറയാൻ പറ്റൂ. അത് തന്നെ BJP-യുടെ നേതാവ് പറഞ്ഞ 2 പേർക്കും ഒരു അഭിപ്രായം. സത്യം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തെ. സത്യം ആര് പറഞ്ഞാലും ഒന്ന് തന്നെ ആയിരിക്കും. അവനെ ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല. ഞാനീ പറഞ്ഞു വന്നത് അത്തരത്തിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന സകല മനുഷ്യരെയും അവന്റെ മതം നോക്കി സംഘിയും മതം നോക്കി സുഡാപ്പിയുമാക്കി മാറ്റുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ വലിയ കണക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനൽ ഞാൻ കുറച്ച് സമയം റിപ്പോർട്ടറിന്ന് കേട്ടു. അപ്പോൾ ഇതിനകത്തിരുന്നിട്ട് ഈ അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും നികേഷ് കുമാർ മറ്റേ പൊട്ടൻ മറ്റേത് കണ്ട കണക്ക് ഇരിക്കുക, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ. എന്നിട്ട് പറയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ 30% വോട്ടാണ് ഇവർക്ക് കിട്ടിയത്, അതിന് മുമ്പത്തെ തവണ ഇത്ര വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അതായത് ഈ മനുഷ്യര് കഴിഞ്ഞ തവണ 30% വോട്ട് ചെയ്ത മനുഷ്യർ എല്ലാ കാലവും വന്നിട്ട് ഇവർക്ക് തന്നെ ചെയ്യും എന്ന് വല്ലതും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയൂ. കഴിഞ്ഞ തവണ ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കരുതി നിരവധി പേർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവർ ആ തീരുമാനം മാറ്റിയേക്കാം. അപ്പൊ തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു വോട്ട് വിഹിതം കുറയും. ഇടതുപക്ഷ പാർട്ടിയുടെ ഭാരവാഹികളോ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ കാര്യമൊന്നുമല്ല ഞാനീ പറഞ്ഞത്. ഈ അനുഭാവികൾ അവർ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു ഇമ്പാക്റ്റിൽ നിന്നുകൊണ്ട് ഒരുപാട് പേർ കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. ഫലമായിട്ട് ഇടതുപക്ഷത്തിന് വലിയ വീഴ്ച കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ ഇത്തവണ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വോട്ട് കൊടുക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറയും. അതുപോലെ അധികാരത്തിലെത്താം എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്രാവശ്യം കോൺഗ്രസിന് നമുക്ക് കാര്യം ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംസാരം വരുന്നത് തന്നെ. അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയേക്കാം എന്നൊരു ചർച്ച വരുന്നത് തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് മുൻപത്തെ അവസ്ഥ എന്താ? 100% BJP ഈ രാജ്യത്ത് അധികാരത്തിലെത്തും എന്നുള്ളതായിരുന്നു ആ സമയത്തെ ചർച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആയേക്കാം, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആയേക്കാം എന്ന ചിന്ത നിഷ്പക്ഷ ജനതയുടെ ഇടയിൽ വന്നാൽ ഞങ്ങൾ വെറുതെ ഒരുത്തനെ ജയിപ്പിച്ചു വിട്ട് MP ആക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഉള്ളത്? അല്ലെന്നുണ്ടെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഭരിക്കുന്നുണ്ട്. ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ വിചാരം എന്താ? ഒരുത്തൻ കോൺഗ്രസ് ആയി കഴിഞ്ഞാൽ അങ്ങ് കഴുതയാവുമെന്ന, ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവനങ്ങ് കഴുതയാവുമെന്ന, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അവരാണ് നിങ്ങളുടെ എല്ലാ കാലത്തെ ശാപം.
അല്ലാതെ വിവരവും ബോധവുമുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർ ഇന്നലകളിൽ നിങ്ങളെ സ്നേഹിച്ചു പോയി, നിങ്ങളെ വിശ്വസിച്ചു പോയി, ആ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ വരാൻ വേണ്ടി അവരാൽ കഴിയാവുന്ന പരമാവധി കാര്യങ്ങളും ചെയ്തു. നിങ്ങൾ അവരെ എല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഊമ്പിച്ച് കയ്യിൽ കൊടുത്തു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ന് അവർ മാറി ചിന്തിക്കുന്നത്. അല്ലാതെ അവർക്കങ്ങ് അപ്പുറത്തങ്ങ് കടുത്ത വിശ്വാസം വന്നതൊന്നും കൊണ്ടല്ല. അവർ ഒരുപക്ഷെ ഒരു തവണയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചേക്കാം. എന്തെന്നാൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരും, അതായത് ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വാജ്പേയി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നൊരു പ്രതീതി നിലനിന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ PC തോമസ് അന്ന് NDA സ്ഥാനാർത്ഥി, അന്ന് NDA എന്നാണ് പേരെന്ന് ഓർമ്മയില്ല, എന്തായാലും അന്ന് BJP പക്ഷത്ത് ഒരു NDA സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അധികാരം കിട്ടാനുള്ള സാധ്യതയെ ജനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളിടത്താണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ അടിവരയിട്ട് തുടക്കം മുതൽ പറയുന്ന കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പോയി വോട്ട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പ്രചരണത്തിൽ ഏർപ്പെടാം, നാളെ അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനും സുരേഷ് ചേട്ടന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ആളെന്നൊക്കെ കറങ്ങി നിൽക്കാം. കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് അടുപ്പമുണ്ട്, എനിക്കത് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാം, ഇതൊക്കെ ചെയ്യാം. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഞാൻ പോയിരുന്നില്ല. കാരണം എന്റെ അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ആര് വിളിച്ചു? കോൺഗ്രസിന്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. BJPയുടെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. മാർക്കറ്റിംഗ് കമ്പനികൾ പൈസ ഓഫർ തന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. പക്ഷെ ഇത് വെറും ഞാൻ കാണുന്ന കാഴ്ചകളിലൂടെയുള്ള അഭിപ്രായം പറച്ചിലാണ്. വരാൻ പോകുന്ന സമീപ ഭാവിയിൽ 100% ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പതിയെ പടിയിറക്കപ്പെടും. ഇനി BJPയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അടിയെന്ന് പറയുന്നത്, ഇപ്പൊ ഈ കോൺഗ്രസിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ അടർന്നു മാറി ഇപ്പം BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് BJPയുടെ അസ്തിത്വം പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. RSSലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. ഇപ്പം നിങ്ങൾ നോക്കണം, BJPയിലേക്ക് കൂടുതൽ നേതാക്കന്മാർ മറ്റുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നതാണ്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവർക്കൊന്നും തന്നെ അടിസ്ഥാനപരമായ ഒരു RSSന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്നൊന്നും BJP നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ വരുന്നവരെല്ലാവരും കൂടെ ചേരുമ്പോൾ സമയത്ത് വരാൻ പോകുന്ന ഒരു ഭാവിയിൽ RSSനെ ഒപ്പം നിൽക്കുന്ന BJPയുടെ ഒരു പക്ഷവും ഈ പുറമേ നിന്ന് വന്ന എല്ലാവരും കൂടി ചേരുന്ന ഒരു മറുപക്ഷവും ഉണ്ടാവുകയും ഒരു മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും തമ്മിലുള്ള ഒരു പിളർപ്പ് ഭാവിയിൽ എപ്പോഴെങ്കിലും, ഞാൻ പറഞ്ഞത് വരാൻ പോകുന്ന ഒരു ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ച് BJP ഒരു പക്ഷേ ഈ പിളർന്ന് ഒരു പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുന്നതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തിരിച്ചു വരുമെന്ന് കോൺഗ്രസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ, കാര്യം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായി നമുക്കൊരു ഇന്ത്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഈ കോൺഗ്രസിനുള്ളിൽ പാഴ്സിയുണ്ട്, ജൈനനുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സുഡാപ്പിയുണ്ട്, സംഘിയുണ്ട്, തീവ്ര ഹിന്ദുവുണ്ട്, എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. ഇവരെല്ലാവരും ചേരുന്ന ഒരു ആശയം, അതിനെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയിട്ടൊക്കെ തന്നെയാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പശുവും കിടവുമായിരുന്നല്ലോ ഇവരുടെ ചിഹ്നം ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം പശുവും കിടവുമായി മാറി? ഇതൊക്കെ മറന്നു. പിന്നെ ഞാൻ ഒരിക്കലും സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളെ അല്ല ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സവർക്കറിന്റെ ആശയം ഹിന്ദുത്വം എന്ന ഒരൊറ്റ കാരണം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സവർക്കറെ എത്രത്തോളം കോൺഗ്രസ്സുകാർ സവർക്കറെ ആക്ഷേപിക്കുന്നോ അത്രത്തോളം ഉത്തരേന്ത്യൻ മണ്ണിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാത്മാഗാന്ധിയെ നരേന്ദ്രമോദി വിമർശിച്ചു അല്ലെങ്കിൽ പരിഹസിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം പരിഹസിച്ചതായിരുന്നില്ല എന്നൊരുവിധം അത് കേട്ടവർക്ക് മനസ്സിലാവും. കാര്യം ലോകത്ത് സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രചാരണം ഭയങ്കര വലുതാണ്. സിനിമയിലൂടെ നമ്മൾ ഒരുപക്ഷെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സിനിമയ്ക്ക് കഴിയാറുണ്ട്. സാധാരണക്കാർക്കിടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സിനിമയ്ക്ക് കഴിയാറുണ്ട്. വലിയ നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച് നമ്മളിപ്പം ഞാൻ ഒരുപാട് ആൾക്കാരുടെ പുസ്തകങ്ങൾ പണ്ട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം പെലെ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന സമയത്ത്, നമുക്ക് പെലെ എന്ന് പറയുന്ന ലോകത്തെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ്. നമുക്ക് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പെലെയുടെ സിനിമ കാണുന്ന സമയത്താണ് അദ്ദേഹം വളർന്നു വന്നൊരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം നേടിയ അച്ചീവ്മെന്റുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതും എനിക്ക് പെലെയോട് കൂടുതൽ ആരാധന തോന്നുന്നത്. അതേസമയം ചാപ്ലിൻ ആയിക്കോട്ടെ, ഐൻസ്റ്റീൻ ആയിക്കോട്ടെ, പലരെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരെ അറിയണമെന്നുമില്ല. മോദി ഒരുപക്ഷെ പറഞ്ഞതിൽ ശരിയാണ്. കാര്യം ഇന്ത്യക്ക് പുറത്തേക്ക് ഗാന്ധിയുടെ ഒരു പ്രഭാവലയം, ഒരു പ്രഭാമൂല്യം ഉയർത്താൻ ഒരിക്കലും കോൺഗ്രസ് ശ്രമിച്ചിട്ടേയില്ല.
അദ്ദേഹം വെടിയേറ്റു മരിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് 100% അദ്ദേഹത്തിന് ഈ സ്വീകാര്യത കോൺഗ്രസ് ഈ രാജ്യത്ത് കൊടുത്തത്. കാരണം അദ്ദേഹത്തെ അത് വായിച്ചറിഞ്ഞിട്ടുള്ള പരമമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ അംഗീകരിച്ച സവർക്കർ എന്ന് പറയുന്ന മനുഷ്യന്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച് വന്നത്. അതായത് ഈ പാളിച്ചകൾ നോക്കണം എന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പം സവർക്കറെ കുറിച്ച് സ്റ്റാമ്പ് ഇറക്കിയ ഒരാളാണ് ഇദ്ദേഹം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളല്ല, ഏറ്റവും മികച്ച പ്രധാനമന്ത്രി. അപ്പൊ ഇന്ദിരാഗാന്ധി സവർക്കറെ ആദരിച്ച് ഒരിക്കൽ ഒരു സ്റ്റാമ്പ് ഇറക്കുകയും പിന്നീട് കാലങ്ങൾക്കിപ്പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ നിങ്ങൾ എതിർക്കാം. അതായത് സവർക്കർ സ്വീകരിച്ചിട്ടുള്ള ഹിന്ദുത്വ നയങ്ങളെ നിങ്ങൾക്ക് എതിർക്കാം, അത് പിന്തുടരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എതിർക്കാം. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ഒറ്റുകൊടുത്തു, ഷൂ നക്കി എന്ന പേരിൽ ആക്ഷേപിച്ചും പരിഹസിച്ചും നടക്കുമ്പോൾ ഒരല്പം സാമാന്യ ബോധവും വിവരവും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയാൽ മതി. ഈ ബ്രിട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സവർക്കറെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് സവർക്കറെ ബ്രിട്ടൻ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ 10ലധികം ആൾക്കാർ ആട്ടുന്ന ചക്ക് ഒരു മനുഷ്യന്റെ പുറത്തേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിച്ച് ഈ രീതിയിൽ ഉപദ്രവിച്ച് 12 വർഷക്കാലം ആ ജയിലിലിട്ടത് ഇദ്ദേഹം ബ്രിട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നത് കൊണ്ടാണോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വൈകുന്നേരം കാണുമ്പോഴത്തേക്ക് നടുമുറി വിളക്കെ അരിയാണോ നിങ്ങൾ കൊടുക്കുന്നത്, അതോ മേടിച്ചിട്ട് പൊറോട്ടയും ബീഫും ആണോ മേടിച്ചു കൊടുക്കുന്നത്? പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ അറിവിൽ താല്പര്യമുള്ള ഒരാൾ ചെയ്യുന്ന പരിപാടി, അല്ലാതെ വൈകുന്നേരം കാണുമ്പോൾ ചാട്ടക്കടിക്കുന്നതല്ല. ഈ 12 വർഷക്കാലം അദ്ദേഹം എന്തടിസ്ഥാനത്തിൽ ജയിലിൽ കിടന്നു, പിന്നീട് അദ്ദേഹം 10-15 വർഷക്കാലം എന്തുകൊണ്ട് വീട്ടുതടങ്കലിൽ കിടന്നു എന്നതിനുള്ള ഒരു ഉത്തരമെങ്കിലും വല്ലപ്പോഴും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാരിസ്റ്റർ പദവി നേടിയെടുക്കുന്ന ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും ഇവിടെ നിന്ന് പോയി അവിടെ പഠിച്ച് ബാരിസ്റ്റർ പട്ടം കിട്ടുമ്പോൾ ഒരു പ്രതിജ്ഞ കൂടി ചൊല്ലണം. ഓത്ത് ഓഫ് അലീജിയൻസ് എന്ന് പറയും. ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുന്നിൽ വിനീത വിധേയദാസരായി നിന്നു കൊള്ളാം എന്നതാണ് ആ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ ചൊല്ലിയവരാണ് ഗാന്ധിയും നെഹ്റുവും ഒക്കെ. അത് ചൊല്ലില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടനെതിരെ സംസാരിച്ച ആളാണ് സവർക്കർ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. ആദ്യമായി ശ്രീ ലോകമാന്യ തിലകിന്റെ ബാലഗംഗാധര തിലകിന്റെ പ്രസംഗം കേട്ട് സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ താൻ പഠിച്ച കോളേജിൽ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ച നേതാവാണ്. ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ നിങ്ങൾ ഒരു കാലത്തും തള്ളിപ്പറയരുത്. അദ്ദേഹത്തിന്റെ ആശയത്തെ നിങ്ങൾക്ക് എതിർക്കാം. അതുപോലും ഞാൻ ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലത്ത്, അതായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ വിഘടിച്ച് പല വഴിക്കൂടെ കിടക്കുമ്പോൾ ഒന്നിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അത് വെച്ചു പുലർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തള്ളിക്കളയാം. അതിനപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള ആക്ഷേപമൊക്കെ തന്നെ ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് എത്തുന്ന വേദന വലുതാണെന്നൊക്കെ കോൺഗ്രസ് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, കേൾക്കാതിരിക്കാം. പട്ടിയുടെ വില തന്നും നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇതിങ്ങനെ തള്ളിക്കളയുന്നതോടും 2014 ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ പ്രദേശത്ത്, എൻ്റെ കോൺഗ്രസ് അവിടെ ഉയർന്നു നിൽക്കണമെന്ന് കരുതി ഞാൻ സംസാരിച്ച സമയത്ത് അന്ന് എന്നെ പുച്ഛിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് പ്രദേശത്ത് 50 വോട്ട് പോലും കിട്ടാത്ത രീതിയിൽ ആ പ്രദേശത്ത് കോൺഗ്രസിനെ ഏത് വിധേന നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് കളഞ്ഞു. ഇതൊക്കെ ഒരു ഉദാഹരണമാണെന്ന് നമ്മൾ ഈ സാമ്പിൾ എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാ പ്രദേശത്തും ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും, ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, എനിക്കറിയാം ഓരോ പഞ്ചായത്തിലും ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും നടക്കുന്ന പ്രാദേശിക തലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കുറേയൊക്കെ എനിക്കറിയാം. ഇവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കന്മാരെയും പുതിയ ചെറുപ്പക്കാരെയും ഒക്കെ വെട്ടിയൊതുക്കി ഇല്ലാതാക്കി ഈ പാർട്ടിയെ നശിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് അകറ്റി ഏറ്റവും ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് വന്നിരുന്നിട്ട് ആഗോളതാപനം പറഞ്ഞിട്ട്, വർഗീയതയും പറഞ്ഞിട്ട്, മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളങ്ങ് നോട്ട് ചെയ്യുന്ന കഴിഞ്ഞ 5 വർഷക്കാലം ഇവന്റെ വീട്ടിലൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവൻ ഏതാണ്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഈ കാലഘട്ടം വരെ ഇവന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം കോൺഗ്രസ് ആയിരുന്നു. ഇവന്റെ വീട്ടിലോട്ട് ഒരൊറ്റ ഒരുത്തം തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് അവന്റെ വീട്ടിൽ പോയിരുന്ന് പറയണേ രാജ്യത്ത് നരേന്ദ്രമോദി വലിയ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മണിപ്പൂരിൽ ഒരുപാട് ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മാവൻ ചോദിക്കും, മകളെ മെനഞ്ഞാന്ന് എൻ്റെ മോൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് അവൻ ഒരാഴ്ച കൊണ്ട് ആശുപത്രി കിടക്കുമായിരുന്നു, നീ ആരെങ്കിലും ആശുപത്രിയിലോട്ടും തിരിഞ്ഞു നോക്കിയോ? അവന്റെ പെണ്ണുമ്പിള്ള താണ്ട ഇപ്പം ഒരു ഗതിയും പരഗതിയില്ലാതെ ഒരാഴ്ച കൊണ്ട് കൊച്ചിന് പനിയായിട്ട് ആ കൊച്ചിനെ കൊണ്ടൊന്ന് ആശുപത്രി പോകാൻ പറ്റാത്ത രീതിയിൽ അവൾ കിടന്ന് നട്ടം തിരികെയാണ്. എനിക്കാണെങ്കിൽ സുഖമില്ല, എണീച്ചടക്കാൻ വയ്യാത്ത കാലം കുറേയായി. എൻ്റെ മോൻ കോൺഗ്രസ്സാന്ന് പറഞ്ഞ് കുറേ കാലം നിന്റെയൊക്കെ കൂടെ കൊടിയും പിടിച്ച് നടന്നതാ, പോസ്റ്റ് ഒട്ടിച്ച് നടന്നതാ. തിരിഞ്ഞു നോക്കിയാൽ മക്കളെ ഇവിടെ വന്നിരുന്ന മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവൻ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ വോട്ട് കൊടുക്കുവോ?
നരേന്ദ്രമോദി വർഗീയത പറഞ്ഞാൽ അവൻ വോട്ട് കൊടുക്കുമോ? ആദ്യം ജനത്തെ മനസ്സിലാക്കണം. ജനത്തെ മനസ്സിലാക്കിയതിന് ശേഷം മുകളിൽ തട്ടി വന്നിരുന്നിട്ട് ലോകകാര്യങ്ങൾ സംസാരിക്കണം. ജനത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമാണ് BJPയുടെ വിജയം. ജനത്തെ മനസ്സിലാക്കിയത് ജനത്തിന്റെ വർഗീയതയും കൂടെ മനസ്സിലാക്കിയെന്ന് വെച്ചോളൂ. പക്ഷെ അവർ താഴെ തട്ടി പ്രവർത്തിക്കാനുണ്ടായിരുന്നു, മുന്നോട്ട് പോകാനുണ്ടായിരുന്നു. എനിക്ക് കുറെ കോളുകൾ വരുന്നു, വിശദമായിട്ട് ഞാൻ പിന്നെ സംസാരിക്കാം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. അപ്പോൾ ഒരുപാട് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.